Hello guys, welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു RTX റേഞ്ചിൽ 65000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്ത് ബിൽഡ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ്. ഇതിൽ ഞാൻ ഗെയിമേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PC ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ബിൽഡിലോട്ട് പോകാം അല്ലേ. സോ വിതൗട്ട് wasting much time, this is Prashant and you're watching GeekBoZ TV. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ പ്രോസസ്സറാണ്. പ്രോസസ്സറായിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് റൈസന്റെ 55600 ആണ്. 56ന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നിങ്ങൾ ഗെയിമർ ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സർ ഉണ്ട് പറ്റും. 6 കോർ 12 ത്രെഡ് ആയിട്ടുള്ള പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആണെന്ന് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ റേറ്റ് വരുമ്പോൾ ഒരു 15000 രൂപയ്ക്കകത്താണ് ഈ ഒരു പ്രോസസ്സറിന്റെ റേറ്റുകൾ അപ്ഡേറ്റഡ് ആവും. ഓരോ സമയത്ത് ഓരോ റേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ റേറ്റ്സുകൾ നോക്കുമ്പോൾ നമ്മുടെ ലിങ്കുകൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് റേറ്റ്സ് കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മദർ ബോർഡിൽ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ ബിൽഡുകൾക്കൊക്കെ ഫാൻഡം ഗെയിമിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് B550യുടെ. പക്ഷേ ഈ ഒരു ബിൽഡിൽ വന്നപ്പോഴത്തേക്ക് ഫാൻഡം ഗെയിമിംഗ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ് ആണ് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡ് ആസൂസിന്റെ B550 MK പ്രൈം സീരീസിൽ MK സീരീസ് ആണ്. ഇതിൽ 2 M.2 NVMe സ്ലോട്ടും നമുക്ക് 4 RAM സ്ലോട്ടും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു മദർ ബോർഡിലും കിട്ടുന്നുണ്ട്. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി ഒരു 1500 റുപ്പീസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് എസ്റോക്കും അസൂസും തമ്മിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹയർ റേഞ്ചിൽ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൂസ് നോക്കാം. എസ്റോക്കാണ് നിങ്ങൾക്ക് താല്പര്യം, എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നോക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഗൈസ്, അടുത്തതായിട്ട് റാം ചോയ്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് G-Skillന്റെ റാംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കോഴ്സിന്റെ റാംസ് ഉപയോഗിക്കാം, XPG ഉപയോഗിക്കാം, ഏത് തന്നെ റാം ആയിക്കോട്ടെ ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് XPGയുടെ D30 8GB × 216GB കിറ്റാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞാനിതിൽ 32GB വരെ പവർ പുൾ ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് റിസർവ് വെച്ചിട്ടുണ്ട്. 2 റാം സ്ലോട്ടിന്റെ ഒരു റിസർവേഷൻ സ്ലോട്ടും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ 32GB ഈസിലി അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. പിന്നെ മെഗാഹെർട്സ് 3200 MHz ആണ്. നിങ്ങൾക്ക് 3600 ആൻഡ് എബോവ് ഒക്കെ വെക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് 3200 MHz റാം വെച്ചിരിക്കുന്നത്. റാമിൻ്റെയൊക്കെ റേറ്റ് താരതമ്യേന വളരെ കുറവാണ്. 1800 2000 രൂപയ്ക്ക് താഴെ ഉള്ളൂ. 3200 MHz 8GB സിംഗിൾ സ്റ്റിക്ക് റാം, 10 വർഷം വാറണ്ടിയും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഗൈസ്, അടുത്തത് നമ്മുടെ SSD ആണ്. സ്റ്റോറേജ് ആയിട്ട് നിങ്ങൾക്ക് 1 TB വെക്കാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോട്ട് നിങ്ങൾക്ക് അഡീഷണൽ സെക്കൻഡറി ആയിട്ട് വെക്കാം. ഞാനിവിടെ പ്രൈമറി ആയിട്ട് 512GB M.2 NVMe Gen 4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മദർ ബോർഡ് B550 ആണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ മദർ ബോർഡ് കോംബോയിൽ PCIe 4.0 സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ PCIe 4.0 സപ്പോർട്ട് ചെയ്യുന്ന Gen 4ലുള്ള M.2 NVMe ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡും പെർഫോമൻസും നിങ്ങളുടെ ഈ SSD-യിൽ കൂടെ കിട്ടും. ഗൈസ്, അടുത്തതായിട്ട് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പല വേരിയേഷൻസ് ചോദിക്കുന്നത്. 65000 രൂപ ബഡ്ജറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബോർഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബോർഡ് നിങ്ങൾക്ക് 450 ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു 4000 രൂപയോളം ഡിഫറൻസസ് വരുന്നുണ്ട് 450യും 550യും തമ്മിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് 3060 കാർഡ് വരെ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3050 ആണ്. അതും 8GB വേരിയന്റ് ആണ്. നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. 2060ക്ക് പകരം 3050 ആണ് NVIDIA ഇറക്കിയത്. അതേപോലെ തന്നെ 1660 സൂപ്പർ ചോദിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എനിക്ക് 1660 സൂപ്പറും മാർക്കറ്റിൽ അവൈലബിൾ അല്ല, നിർത്തിയിട്ടുണ്ട്. 2060യും കിട്ടാനായിട്ടില്ല. അതുകൊണ്ടാണ് 3050 എടുത്തിരിക്കുന്നത്. പിന്നെ RTXന്റെ 30 സീരീസ് മിനിമം ലൈനപ്പ് തന്നെ 3050യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 3050 നല്ലൊരു ചോയ്സ് ആയിട്ട് തന്നെ ഇതിൽ പ്രിഫർ ചെയ്യും. റേറ്റും കുറവാണ് കേട്ടോ. 24,000 റേഞ്ചിനകത്ത് നിങ്ങൾക്ക് 3050 കാർഡ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത ചോയ്സ് നമ്മുടെ PSU ആണ്. പവർ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലും കൺസേണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ പറയും 450 വാട്ട്സ് പോരെ, ഇനി 650യുടെ ആവശ്യമുണ്ടോ, 750 വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രൂഫ് ആകില്ലേ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് പറയാം. നിങ്ങളൊരു ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾ എത്രമാത്രം കാണുന്നു അത് കണക്കാക്കി വേണം SMBS കണക്കാക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 550 വാട്ട്സിന്റെ കുളമോഷന്റെ MWE 550 ആണ്. വേണമെന്നുള്ളവർക്ക് ഇവിടെ ഡീപ് കൂൾ യൂസ് ചെയ്യാം, കോസ്റ്റർ യൂസ് ചെയ്യാം, ഏതൊരു ബ്രാൻഡ് ചൂസ് ചെയ്താലും 550യിൽ ബ്രോൺസ് സർട്ടിഫിക്കേഷൻ ആൻഡ് എബോ നിങ്ങൾ നോക്കാൻ മസ്റ്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് നോക്കിയിരിക്കുക. വൈറ്റ് സീരീസ് എടുക്കരുത്,
പിന്നെ സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സീരീസും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഗെയിമിംഗ് PC എന്ന് പറയുമ്പോൾ അത്യാവശ്യം വോൾട്ടേജ് എടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ലൊരു PC, പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് വേണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ PSU. അതിൽ കൂളർ മാസ്റ്റർ നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഡീപ് കൂളിംഗ് നോക്കാം, കോസ്റ്റെയറും ഒബ്വിയസ്ലി യു ഓപ്റ്റ് ചെയ്യാം. ഗൈസ്, അടുത്തതായിട്ട് ക്യാബിനറ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ക്യാബിനറ്റ് മോഡലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിൽവർ സ്റ്റോണിന്റെ ഫെറ A1 എന്ന് പറയുന്ന മോഡലാണ്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണം യൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു 4000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ക്യാബിനറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 500 രൂപ കുറച്ചോ അല്ലെങ്കിൽ 1000 രൂപ കൂട്ടിയോ ഉള്ള പല മോഡൽസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാം. ഞാൻ 4 ARGB ഫാൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രണ്ട് മെഷ് ഡിസൈൻ ആണ്. ഫ്രണ്ടിൽ ഒരു 2-3 USB പോർട്സും വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു ക്യാബിനറ്റിന്റെ ഓവറോൾ ഫങ്ഷനാലിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു ചെറിയൊരു ഹബ്ബും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആഡഡ് പ്രൊഡക്ടിവിറ്റിയാണ്. കൂളിംഗ് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ ചോദിക്കും, ബ്രോ ഇതിൽ കൂളിംഗ് ഒന്നും വെച്ചിട്ടില്ലേ? ഒബ്വിയസ്ലി നമ്മൾ ഇതിൽ കൂളിംഗ് ഓപ്ഷൻ ചെയ്തിട്ടില്ല. വേണമെന്നുള്ളവർക്ക് AK400 പോലത്തെ നല്ല കിഡിലനായിട്ടുള്ള നമ്മുടെ കൂളർ, നമ്മൾ എഗ് ഒക്കെ പൊട്ടിച്ച് ഫ്രൈ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു AK400 പെർഫോമൻസ്. ആ ഒരു കൂളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 2800-3000 രൂപയ്ക്ക് താഴെയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അതിൽ തന്നെ 0 ഡാർക്ക് എഡിഷൻ ഉണ്ടല്ലോ, പക്ക ഡാർക്കാണ്, ഫുൾ ഡാർക്ക് കളറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. ഗൈസ്, ഇതൊരു കസ്റ്റം PC ബിൽഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ അവൈൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ അറിയാനായിട്ട്, കൺസൾട്ടേഷൻ പോലെയൊക്കെ അറിയണമെങ്കിൽ GeekBoZ ടെക് സ്റ്റോറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. GeekBoZൽ ഇപ്പോൾ ട്രിവാൻഡ്രം, കൊച്ചിനിലും ബ്രാഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കുറെ കൂടെ കൺവീനിയൻറ്റും ഹെൽപ്ഫുള്ളും ആയിരിക്കും. കുറെ കൂടെ നിങ്ങൾക്ക് അടുത്ത് തന്നെ സംസാരിക്കാനുള്ള ഓപ്ഷനും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഇതേപോലത്തെ ഒരു PC ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ കൺസൾട്ട് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PC വിത്തിൻ 2 ഡേയ്സിനകത്ത് തന്നെ ഡെലിവറി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കുക ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു, 65000 രൂപയുടെ PCയിൽ ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നമുക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ മോണിറ്റർ, കീബോർഡ്, മൗസ് ഒക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് ഗൈസ്. ഞാനൊരു 10,000 റുപ്പീസ് നിങ്ങളൊരു ബഫർ ഇടുക. കീബോർഡ് മൗസ് ഒരു 1200 എങ്കിലും ഒരു ബഫർ ഇട്ടിട്ട് ഒരു 11,000-12,000 റുപ്പീസ് നിങ്ങൾ മാറ്റി വയ്ക്കുക. കീബോർഡും മൗസും മോണിറ്ററിനും കൂടെ. അത് ഏതൊരു PC എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് മിനിമം മാറ്റി വെക്കേണ്ട ഒരു എമൗണ്ട് ആണ്. അതും കൂടെ വെക്കുമ്പോൾ നിങ്ങളുടെ PC സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. ഗൈസ്, ഇതുപോലത്തെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്.